إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വയും ഇഖ്ലാസും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു തൻ്റെ റസൂലും നബിയും ഖലീലും ഹബീബും സൃഷ്ടികളിൽ ഉത്തമനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചയച്ചു എന്നത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കാനും ബഹുദൈവാരാധനയാകുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് ഏകദൈവാരാധനയാകുന്ന തൗഹീദാകുന്ന സൗഭാഗ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനും ആ പ്രവാചകൻ വഹിച്ച പങ്ക് കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം എടുത്തു പറഞ്ഞുകൊണ്ട് അത് നമ്മോട് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ലഖദ് മന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്, അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മേൽ. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവർക്ക് അയച്ചു കൊടുക്കുക വഴി ജനങ്ങളെ, വിശ്വാസികളെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുകയാണ്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ വചനങ്ങൾ ആ പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുക്കുന്നുണ്ട്. വയുസക്കീഹിം, അങ്ങനെ അത് മുഖേന അവരെ സംസ്കരിച്ചെടുക്കുന്നുണ്ട്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുന്നുണ്ട്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്ന ആ ജനതയെ അങ്ങനെയാണ് ആ പ്രവാചകൻ സംസ്കരിച്ചെടുത്തത്.
എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി എന്നോണം നാം ചെയ്യുന്ന പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. ആ പ്രവാചകനു വേണ്ടി ഗുണത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആശീർവദിക്കുക എന്നത്. എന്താണ് സഹോദരങ്ങളെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? സ്വലാത്ത് എന്നാൽ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഉയർത്തി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളല്ല, എന്തെങ്കിലും ശബ്ദകോലാഹലങ്ങളല്ല, പ്രത്യേക സംഗമങ്ങളും വാർഷികങ്ങളും സമ്മേളനങ്ങളും നടത്തി സമൂഹത്തെ കാണിക്കേണ്ടുന്ന കേവലം പ്രകടനങ്ങളല്ല സ്വലാത്ത് എന്ന് പറയുന്നത്. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയും പണം പിരിച്ചും കച്ചവടവൽക്കരിക്കേണ്ടുന്ന ഒന്നല്ല സ്വലാത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന, ഗുണത്തിനു വേണ്ടി തേടൽ, ആശീർവദിക്കൽ, ആശംസിക്കൽ, അനുഗ്രഹം ചൊരിയൽ എന്നൊക്കെയാണ് ഭാഷാപരമായി സ്വലാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തേക്ക് ഗുണത്തിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുക, തേടുക എന്നതാണ്. സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നും അതിന്റെ മഹത്വം എന്താണ് എന്നും സ്വലാത്ത് ചൊല്ലാത്തവൻ എത്ര ദൗർഭാഗ്യവാനാണ് എന്നും മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന ചെറിയ വാചകവും അതിലേറ്റവും വലുത് ഇബ്രാഹിമി സ്വലാത്താണ്. നമസ്കാരത്തിൽ പ്രത്യേകം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഓ പ്രവാചകരെ, താങ്കളുടെ മേൽ സലാമിനെ ചോദിക്കാൻ ഞങ്ങൾക്കറിയും, സ്വലാത്തിനെ എങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ അനുചരന്മാർ ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന വാചകമാണ് അതിലേറ്റവും ഉത്കൃഷ്ടമായ ഇബ്രാഹിമി സ്വലാത്തിന്റെ വാചകമെന്നും പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പഠിപ്പിക്കുന്നുണ്ട്. വിവിധ രൂപത്തിൽ പ്രവാചകന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ വാചകങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം വാചകങ്ങളെ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വലാത്തിനെ ചോദിക്കുക എന്നത്, സലാമിനെ ചോദിക്കുക എന്നത് സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും പ്രവാചകനോടുള്ള ബാധ്യതകളിലെ ഒരു ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കാനുള്ള വാചകമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചുരുങ്ങിയ വാചകം. സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവന്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകം രക്ഷയും സമാധാനവും നൽകട്ടെ എന്ന ആശീർവാദമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അയാൾക്ക് ധാരാളം ഖൈർ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിനുള്ള ഒരു ലക്ഷണമാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറാ, ഒരു അടിമക്ക് അള്ളാഹു നന്മകൾ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യസ്സറ ലിസാനഹു ലിസ്സലാത്തി അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അയാളുടെ നാവിന് എളുപ്പം നൽകും, മനസ്സിൽ ഓർമ്മയും നാവിന് എളുപ്പവും ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുക വഴി ധാരാളം ഖൈർ അള്ളാഹു അത് മുഖേന അയാൾക്ക് നൽകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ വചനം ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച വചനമാണ്. വിശ്വാസികളെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല വ മലായികതഹു, അവിടുത്തെ മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യ്, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്താണ് അള്ളാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ? എന്താണ് മലക്കുകൾ സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ? എന്താണ് മുഅ്മിനുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ? വിവിധ രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു തന്നു. ഒന്ന്, അള്ളാഹു സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ അള്ളാഹു പ്രവാചകനു മേൽ നൽകുക എന്നതാണ്. കൂടുതൽ അനുഗ്രഹം ചൊരിയുക എന്നാണ്, റഹ്മത്ത് നൽകുക, മഗ്ഫിറത്ത് നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലക്കുകൾ സ്വലാത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ മഗ്ഫിറത്ത് കിട്ടാൻ,
ആ മർഹമത്ത് കിട്ടാൻ, ധാരാളം അനുഗ്രഹവും ആശീർവാദവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഉണ്ടാകാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നതാണ്. മുഅ്മിനുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ഗുണത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അള്ളാഹുവും അതാ പ്രവാചകന് ഗുണം ചെയ്യുകയാണ്, മലക്കുകൾ ആ ഗുണത്തിനു വേണ്ടി റബ്ബിനോട് തേടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയും സലാമിനെ ചോദിക്കുകയും ചെയ്യണേ, ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ, സമാധാനത്തിനു വേണ്ടി തേടണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസ്സാരമായി കാണുന്ന, പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ഓർമ്മക്കുറവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, വേഗത്തിൽ പുണ്യം നേടാവുന്ന മഹത്തായ ഒരു സൽക്കർമ്മമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ചിലതു മാത്രം വേഗത്തിൽ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രദാനം ചെയ്യും. അവിടുന്ന് പഠിപ്പിച്ചു, മൻ സ്വല്ല അലയ്യ വാഹിദതൻ, ആരെങ്കിലും എന്റെ മേൽ ഒരു തവണ രക്ഷയ്ക്കു വേണ്ടി റബ്ബിനോട് തേടിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, സ്വല്ലല്ലാഹു അലൈഹി അശ്റാ, അവന്റെ മേൽ അല്ലാഹു 10 ഗുണം പ്രദാനം ചെയ്യുന്നതാണ്. ഒന്നിന് 10 നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ആ ഗുണം കിട്ടാൻ നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുകയാണ്, ഒരാൾക്ക് അള്ളാഹുവിന്റെ ഗുണം കിട്ടാൻ അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഗുണത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നതാണ്. കാരണം ഒന്നിന് 10 അള്ളാഹു നൽകും എന്നാണല്ലോ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്നാണ്. സുഹൃത്തുക്കളെ, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ പദവികൾ അത് മുഖേന ഉയരുകയും നന്മകൾ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും പാപങ്ങൾ അത് മുഖേന മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, മൻ സ്വല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസ, എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും എനിക്കു വേണ്ടി ഗുണത്തിനായി ആത്മാർത്ഥമായി റബ്ബിനോട് തേടിയാൽ, മുഖ്ലിസം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി അവൻ ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ സ്വലവാത്ത്, അവന്റെ മേൽ അല്ലാഹു 10 ഗുണങ്ങൾ പ്രദാനം ചെയ്യും. വറഫഅഹു ബിഹാ അശ്റ ദറജാത്ത്, 10 പദവികൾ അല്ലാഹു അവന്റേത് ഉയർത്തിക്കൊടുക്കും. കുതിബ ലഹു ബിഹാ അശ്റ ഹസനാത്ത്, അവനു വേണ്ടി 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വകതബ ലഹു, അവനു വേണ്ടി രേഖപ്പെടുത്തും. വമഹ അൻഹു അശ്റ സയ്യിആത്ത്, 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അന്ത്യനാളിൽ ആ പ്രവാചകന്റെ കൂടെ ഉണ്ടാകാൻ, ആ പ്രവാചകന്റെ അടുപ്പം ലഭിക്കാൻ, പ്രവാചകന്റെ സാമീപ്യം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും ബന്ധമുള്ളവൻ, ഏറ്റവും അടുപ്പമുള്ളവൻ, അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനായിരിക്കും. എന്റെ മേൽ കൂടുതൽ രക്ഷയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ച, സ്വലാത്തിനെ ചോദിച്ച മനുഷ്യനാണ് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മാത്രവുമല്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ നല്ലൊരു മാർഗമായി ഇസ്ലാം പഠിപ്പിച്ചു തന്നത് ആദ്യം അള്ളാഹുവിനെ സ്തുതിച്ചും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയും പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ കുല്ലുഹു മഹ്ജൂബുൻ, ഏതൊരു പ്രാർത്ഥനയും തടയപ്പെടും. ഹത്താ യകൂന അവ്വലുഹു സനാഅൻ അലല്ലാഹ് വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകൾ തടയപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഹംദ് ചൊല്ലുക, നിങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. സുമ്മ യദ്ഉ, പിന്നീട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫയുസ്തജാബു ലിദുആഇഹി, എങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തികൾക്ക് പ്രവാചകന്റെ പ്രത്യേക ശുപാർശ പോലും ലഭിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹ് അശ്റ വഹീന യുംസി അശ്റ അദ്റഖ്തുഹു ശഫാഅതി യൗമൽ ഖിയാമ. രാവിലെ 10 തവണ വൈകുന്നേരം 10 തവണ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അന്ത്യനാളിൽ എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ, ഐഹിക പാരത്രിക ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി യുക്സിറു സ്വലാത്ത അലൈക്, ഓ പ്രവാചകരെ, താങ്കളുടെ മേൽ എനിക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, അപ്പോൾ ഞാൻ എത്ര തവണയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മാ ശിഅ്ത്, നീ ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ. ഖാല, അദ്ദേഹം പറയുകയാണ്, കുൽതു അർറുബു, എന്റെ പ്രാർത്ഥനകളിൽ 4/1 താങ്കൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കട്ടെയോ? ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിഅ്ത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിച്ചത് ചെയ്തോളൂ, അതിലേറെ അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ പകുതിയും താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞാൻ ഉപയോഗിക്കട്ടെയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികരിപ്പിച്ചാൽ അതാണ് നിനക്ക് നല്ലത്. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും താങ്കൾക്ക് വേണ്ടി സ്വലാത്തിനെയും ഞാൻ ചോദിക്കട്ടെ പ്രവാചകരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തുക്ഫി ഹമ്മക വയുഗ്ഫിർ ലക ദംബക, അങ്ങനെ നീ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ വിഷമം അതുകൊണ്ട് തീരുകയും നിന്റെ പാപം അത് മുഖേന പൊറുക്കപ്പെടുകയും ചെയ്യും. നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നിന്റെ ഓരോ പ്രാർത്ഥനകളിലും എന്റെ മേൽ സ്വലാത്ത് കടന്നു വന്നാൽ, നിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ സ്വലാത്ത് കൊണ്ട് നിറക്കാൻ നിനക്ക് സാധിച്ചാൽ നിന്റെ വിഷമം തീരും, നിന്റെ ദുഃഖം മാറും, നിന്റെ പാപം പൊറുക്കപ്പെടുമെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇദൻ യക്ഫീക അല്ലാഹു തബാറക വ തആല മാ അഹമ്മക മിൻ ദുനിയാക വ ആഖിറതിക, നിന്റെ ദുനിയാവിലും നിന്റെ പരലോകത്തും നിനക്ക് എന്തൊക്കെ തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടോ അതൊക്കെ റബ്ബ് നിനക്ക് നീക്കിത്തരും. നിന്റെ ദുനിയാവിന്റെ പ്രശ്നം തീരും, നിന്റെ പരലോകത്തെ വിഷമം മാറും, പരലോകത്ത് നിനക്ക് സ്വർഗം കിട്ടും, ഇഹലോകത്ത് നിനക്ക് സന്തോഷ ജീവിതം കിട്ടും. എന്ത്? നീ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മാത്രവുമല്ല പ്രവാചകൻ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യുസല്ലി അലയ്യ, ഏതെങ്കിലും ഒരു അടിമ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ തയ്യാറായാൽ ഇല്ലാ സ്വല്ലത്തു അലൈഹിൽ മലായികത്തു മാ സ്വല്ല അലയ്യ, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോഴൊക്കെയും അവന്റെ മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലും. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, നമ്മൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ റബ്ബിന്റെ മലക്കുകൾ, മുഖറബുകളായ മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ഗുണത്തിനായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലാനാകാത്തവന്റെ അപകടം എത്രയാണ്, അവൻ എത്ര വലിയ ദുരന്തത്തിലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞത് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ അപമാനിതനാകട്ടെ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, ദുഖിർതു ഇൻദഹു, അവന്റെ മേൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, എന്നിട്ട് എനിക്ക് വേണ്ടി ഗുണത്തിനായി അവൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അവൻ അപമാനിതനാകട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വലാത്ത് ചൊല്ലാത്തവൻ നരകത്തിലാണ് എന്ന് പോലും അവിടുന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, വമൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി ഫമാത ഫദഖല അന്നാർ ഫഅബ്അദഹു അല്ലാഹ്, ഓ പ്രവാചകരെ, താങ്കളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് ആ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ മരിച്ചു പോകുമ്പോൾ അവൻ നരകത്തിലായിട്ടാണ് മരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സ്വലാത്ത് ചൊല്ലാത്തവൻ ക്ലേശത്തിലാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഖിയ അബ്ദുൻ, ശഖിയ അബ്ദുൻ, ഒരു അടിമ ക്ലേശത്തിലാണ്, ദൗർഭാഗ്യത്തിലാണ്. ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് പരാമർശിക്കപ്പെട്ടു, പക്ഷേ എന്റെ മേൽ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല. ആ അടിമ നാശത്തിലാണ്, ദൗർഭാഗ്യത്തിലും ക്ലേശത്തിലുമാണ് എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ നസിയ സ്വലാത്തു അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകുന്നവൻ ഖതിയ ത്വരീഖൽ ജന്ന, സ്വർഗ്ഗ വഴി പിഴച്ചവനാണ്, സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് മാറി നടക്കുന്നവനാണ്, വഴി പിഴച്ചവനാണ് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം അധികരിപ്പിക്കേണ്ടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്, അതുകൂടി വേഗത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഒന്ന്, അവിടുത്തെ പേര് പരാമർശിക്കപ്പെടുമ്പോഴാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് പരാമർശിക്കപ്പെട്ടാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്തിനെയും സലാമിനെയും ചോദിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാണ്. സാധാരണ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയുന്നതെങ്കിൽ അത് ഏറെ പുണ്യകർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടുന്ന് മാതൃക കാണിച്ചു. അതെ, സ്വഹാബത്തിന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. പള്ളിയിൽ പ്രവേശിക്കുമ്പോ ബിസ്മി ചൊല്ലി പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കണം പള്ളിയിൽ വലതുകാല് വെച്ച് പ്രവേശിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാവുന്ന പ്രത്യേക സന്ദർഭങ്ങളിൽ മൂന്നാമത്തേത് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ്. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ, തശഹ്ഹുദുകളിൽ പ്രവാചകന്റെ മേൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. മയ്യിത്ത് നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത് പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കുന്ന ഇബ്രാഹിമി സ്വലാത്താണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കുന്നവർക്ക് വലിയ പുണ്യം അതിലൂടെ നേടാൻ സാധിക്കുമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഏറ്റവും അധികം തവണ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി യൗമിൽ ജുംഅത്തി അക്സിറു അലയ്യ മിനസ് സ്വലാത്ത്, അക്സിറു അലയ്യ മിനസ് സ്വലാത്ത്, എന്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കാന അക്സറുഹും അലയ്യ സ്വലാത്തൻ കാന അഖ്റബുഹും മിന്നി മൻസിലാ, എന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നവർ എന്റെ അടുത്ത് സ്ഥാനം ലഭിക്കുന്നവരായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ അനാം, മനുഷ്യരുടെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വയൗമുൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവായതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസമാണ് മനുഷ്യരുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്താൻ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ, അവിടുത്തെ സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും ഉചിതമായ ദിവസം. ഫലിസ്വലാത്തു അലൈഹി ഫി ഹാദൽ യൗം മസിയത്തുൻ ലൈസത് ലിഗൈരിഹി, മറ്റൊരു ദിവസവും ഇല്ലാത്തത്ര പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നതിനുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനകൾ ആരംഭിക്കുമ്പോൾ സ്വലാത്തിനെ ചോദിക്കണമെന്നത് പ്രത്യേകം പഠിപ്പിച്ച സന്ദർഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ബാങ്കിന് ശേഷം സ്വലാത്തിനെ ചോദിക്കുകയും പ്രാർത്ഥനകൾ നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും ഇസ്തിഗ്ഫാറിന് തേടുന്നത് പോലെ, തൗബയുടെ വാചകം ചൊല്ലുന്നത് പോലെ, ദിക്റുകൾ ചൊല്ലുന്നത് പോലെ നാം ചെയ്യേണ്ട കാര്യമാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. പ്രവാചകൻ പഠിപ്പിച്ചു, മാ ജലസ ഖൗമും മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറഹ്, ഏതെങ്കിലും ഒരു വിഭാഗം ഒരു സദസ്സിലിരുന്നിട്ട് അള്ളാഹുവിനെ ഓർക്കാതെയും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെയുമാണ് ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ അതവന് നഷ്ടമാണ്, അതവന് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രത്യേകം പഠിപ്പിച്ച ഈ സന്ദർഭങ്ങളിൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. അള്ളാഹു അതിനു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തിനെ ചോദിക്കുന്നതിൻ്റെ മഹത്വവും അതിൽ കുറവ് വരുത്തുന്നതിൻ്റെ നഷ്ടവും ചോദിക്കേണ്ട വാചകങ്ങളും സ്വലാത്ത് ചൊല്ലേണ്ട പ്രത്യേക സന്ദർഭങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്നത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപവും രീതിയും അതിന് സ്വീകരിക്കുക എന്നത് തീർത്തും തെറ്റാണ്. ചില ആളുകളൊക്കെ ഹജ്ജിനും ഉംറക്കും മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെ മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ പോകുന്ന ആളുകളോട് എൻ്റെ സലാം പറയണം എന്നു പറഞ്ഞ് സലാം പറഞ്ഞയക്കുന്നൊരു രീതി ചിലരിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളും സലാമുകളുമാകട്ടെ ഒരാളെ അടുക്കലും പറഞ്ഞയക്കാത്ത വിധം അവിടേക്ക് എത്തിക്കാൻ മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായിക, തീർച്ചയായും അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. സയ്യാഹീന ഫിൽ അർള്, അവർ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തില് ഏതെങ്കിലും ഒരാൾ എന്റെ മേൽ സലാം പറയുന്നുണ്ടെങ്കിൽ അവ എത്തിച്ചു തരലാണ് ആ മലക്കുകളുടെ ഉത്തരവാദിത്തം എന്നു തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല അവിടുന്ന് പറഞ്ഞു, ലാ തജ്അലു ബുയൂതക്കും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർ പോലെ ആക്കരുത്. വലാ തജ്അൽ ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആഘോഷ സന്ദർഭങ്ങളാക്കി മാറ്റരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും തുബല്ലിഗുനി ഹൈസു കുൻതും, നിങ്ങൾ എവിടുന്ന് ചൊല്ലിയാലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ ചൊല്ലുന്ന സലാം, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്നിലേക്ക് അള്ളാഹു എത്തിച്ചു തരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതോടൊപ്പം പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സ്വലാത്ത് പ്രവാചകന് ആവശ്യമില്ല എന്നതാണ്. പ്രവാചകന് ഗുണം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിലും അള്ളാഹു ഗുണം പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എന്തിനാണത് ചൊല്ലാൻ പഠിപ്പിച്ചത്? നമുക്ക് പ്രവാചകന്റെ അരികിലെത്താൻ, നമുക്ക് പുണ്യം നേടാൻ, നമുക്ക് പ്രതിഫലം ലഭിക്കാൻ, നമുക്ക് ക്ലേശങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നാം ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിമി സ്വലാത്താണ് അതിലേറ്റവും ശ്രേഷ്ഠകരമായ സ്വലാത്ത് എന്ന വിഷയം പണ്ഡിതന്മാർ പ്രത്യേകം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പിൽക്കാലത്ത് എഴുതിയുണ്ടാക്കിയ ആശയങ്ങളിൽ തന്നെ മാറ്റം വരുന്ന ശിർക്കിന്റെയും ഖുറാഫത്തിന്റെയും വരികൾ കടന്നു വരുന്ന സ്വലാത്തുകൾ ചൊല്ലാൻ പാടില്ലെന്നു മാത്രമല്ല, അവ ഒരു മനുഷ്യനെ ശിർക്കിലേക്ക് എത്തിക്കുമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വലാത്ത് പഠിപ്പിച്ച വാചകങ്ങളിൽ ഒന്നും തന്നെ സയ്യിദുന എന്ന വാചകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വരാത്തതിനാൽ സ്വലാത്തിലേക്ക് അത് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നും, എന്നാൽ നമ്മുടെ സയ്യിദ് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് അവിടുത്തെ പേരിനോടൊപ്പം സയ്യിദ് എന്ന് ചേർത്തി പറയുന്നതിന് വിരോധമില്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വലാത്തിന്റെ വാചകം, ഇസ്ലാം പഠിപ്പിച്ച വാചകം ആ സമയത്ത് നാം ചൊല്ലുമ്പോൾ അതിൽ ആ വാചകം നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നും, അതിന്റെ അർത്ഥം നമ്മുടെ സയ്യിദ് അല്ല പ്രവാചകൻ എന്നല്ല, മറിച്ച് നമ്മുടെ നേതാവ് തന്നെയാണ്,
സയ്യിദു ഉൽദി ആദം, മനുഷ്യ സമൂഹത്തിന്റെ നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പ്രത്യേകം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കേട്ടുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക രൂപം വട്ടത്തിൽ നിന്നുകൊണ്ടും ഓരോ രൂപവും കോലവും ചേർത്തുകൊണ്ടും ഇത്ര എണ്ണം സ്വലാത്ത് ഇന്ന നേരത്ത് ഇന്ന രൂപത്തിൽ ചൊല്ലിയാൽ എന്ന് പറയണമെങ്കിൽ അതിൽ ഇസ്ലാമിന് തെളിവ് വേണം, അതിന് പ്രമാണം വേണം. ഒരു എണ്ണം നിശ്ചയിക്കണമെങ്കിൽ, ഒരു രൂപം നിശ്ചയിക്കണമെങ്കിൽ, ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിക്കണമെങ്കിൽ അതിന് ഇസ്ലാമിൽ പ്രമാണമില്ലാത്തിടത്തോളം കാലം അവ ബിദ്അത്താണ് എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത്തരം സമ്മേളനങ്ങളും അത്തരം സംഗമങ്ങളും ഇത്ര എണ്ണം സ്വലാത്ത് ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലിയാൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുക എന്നത് തീർത്തും ബിദ്അത്താണ്. ഇതിന്റെ കല്ലും നെല്ലും തിരിച്ച് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ പ്രവാചകന്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.